भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम ചതുർത്ഥസ്കന്ധം 8-ാമത്തെ അധ്യായം. ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു. ശ്ലോകം 61 മുതൽ 65 വരെ വായിക്കാം. വിരക്താശ്ചേന്ദ്രിയരതോ ഭക്തിയോഗേന ഭൂയസ തം നിരന്തരഭാവേന ഭജേതാന്ധാവിമുക്തയേ. ഇത്യുക്താസ്തം പരിക്രമ്യ പ്രണമ്യ ചാന്ദ്രബാർഭഗഃ യയോ മധുവനം പുണ്യം ഹരേശ്ചരണചർച്ചിതം. തപോവനം ഗതേ തസ്മിൻ പ്രവിഷ്ടോന്തപുരം മുനിഃ അർഹിതാർഹണഘോരാജ്ഞാ സുഖാസീനാ ഉവാച തം. നാരദ ഉവാച രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യത കിം വാ നാരിഷ്യത്തെ കാമോ ധർമ്മോ വാർത്ഥേന സംയുതഃ. രാജോവാച സുതോ മേ ബാലകോ ബ്രഹ്മൻ സ്ത്രൈണേന അകരുണാത്മനാ നിർവാസിത പഞ്ചവർഷ സഹമാത്രാ മഹാൻ കവി. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ് മാതാജി വായിച്ചോളൂ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 8. ധ്രുവ മഹാരാജാവ് ഭവനം വീക്ഷിച്ചു പോകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 61. വിരക്തശ്ചേന്ദ്രിയരതോ ഭക്തിയോഗേന ഭൂയസാ തം നിരന്തരഭാവേന ഭജേതാതാ വിമുക്തയേ. വിവർത്തനം. ഒരുവൻ ഗൗരവമായി മോചനം കാക്ഷിക്കുന്ന പക്ഷം ദിവസം 24 മണിക്കൂറും അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിന്റെ അത്യുന്മാദാവസ്ഥയിൽ മുഴുകുകയും അവന് നിശ്ചയമായും ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളിൽ നിന്നും വിടുതൽ നേടുകയും വേണം. ശ്ലോകം 62. ഇത്യുക്തസ്തം പരിക്രമ്യ പ്രണമ്യ ചാന്ദ്രബാർഭഗഃ യയോ മധുവനം പുണ്യം ഹരേശ്ചരണാർച്ചിതം. വിവർത്തനം. തന്റെ ആത്മീയ ഗുരുവായ നാരദനാൽ അപ്രകാരം ഉപദേശിക്കപ്പെട്ട ധ്രുവ മഹാരാജാവ് രാജാവിന്റെ പുത്രൻ നാരദനെ പ്രദക്ഷിണം ചെയ്ത് അദ്ദേഹത്തിന് ആദരവപൂർവം പ്രണാമങ്ങൾ അർപ്പിച്ചു. അനന്തരം അവൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദമുദ്രകൾ പതിഞ്ഞതും അതുമൂലം മംഗളപൂർണവുമായ മധുവനത്തിലേക്ക് പുറപ്പെട്ടു. ശ്ലോകം 63. തപോവനം ഗതേ തസ്മിൻ പ്രവിഷ്ടോളന്തപുരം മുനിഃ അർഹിതാർഹണഘോരാജ്ഞാ സുഖാസീനാ ഉവാച തം. വിവർത്തനം. ധ്രുവൻ ഭക്തിയുത സേവനം നിർവഹിക്കുന്നതിന് മധുവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കൊട്ടാര കാര്യങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന് രാജാവിനെ ചെന്ന് കാണുന്നത് ഉചിതമായിരിക്കുമെന്ന് മഹാമുനി നാരദന് തോന്നി. കൊട്ടാരത്തിലെത്തിയ നാരദമുനിയെ രാജാവ് ഹൃദ്യമായി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ആദരപൂർണമായ പ്രണാമങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. സ്വസ്ഥമായി ആസനസ്ഥനായ ശേഷം നാരദൻ സംസാരിക്കുവാൻ ആരംഭിച്ചു. ശ്ലോകം 64. നാരദ ഉവാച രാജം കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യത കിം വാ നരിഷ്യത്തെ കാമോ ധർമ്മോ വാർത്തേന സംയുതഃ.
വിവർത്തനം. മഹാമുനി നാരദൻ അന്വേഷിച്ചു. പ്രിയപ്പെട്ട രാജൻ, നിന്റെ മുഖം നന്നേ വിളറിയിരിക്കുന്നു. നീ എന്തിനെ പറ്റിയോ വളരെ ദീർഘമായി ചിന്തിക്കുകയായിരുന്നതും തോന്നുന്നു. എന്ത് സംഭവിച്ചു? ധാർമ്മികമായ ആചാരങ്ങൾ പിന്തുടരുന്നതിലോ സാമ്പത്തിക പുരോഗതിയും ഇന്ദ്രിയ സംതൃപ്തിയും നേടുന്നതിലോ എന്തെങ്കിലും ദോഷകരമായി ഭവിച്ചോ? ശ്ലോകം 65. രാജോവാച സുതോ മേ ബാലകോ ബ്രഹ്മൻ ത്രൈണേന കരുണാത്മന നിർവാസിത പഞ്ചവർഷഃ സഹ മാത്രാ മഹാൻ കവിഃ. വിവർത്തനം. രാജാവ് മറുപടി പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, എന്റെ പത്നിക്ക് വളരെയധികം അടിമപ്പെട്ടു പോയ ഞാൻ കേവലം 5 വയസ്സുള്ള പുത്രനോട് പോലും കരുണാപൂർവം പെരുമാറാൻ കഴിയാത്ത വിധം പതിതനായി തീർന്നിരിക്കുന്നു. അവൻ ഒരു മഹാത്മാവും മഹാഭക്തനുമായിട്ടും ഞാൻ അവനെയും അവന്റെ മാതാവിനെയും പുറത്താക്കി. ഹരേ കൃഷ്ണ പ്രഭുജി. Hare Krishna. Thank you, Anjali and Arati Madajis. Hare Krishna. ഇവിടെ നാരദ മഹർഷി ധ്രുവ മഹാരാജാവിന് എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്, വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ഭഗവാനെ തൃപ്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. ആദ്യം മധുവനത്തിൽ പോയി ശുദ്ധിയായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് ഭഗവാനെ ധ്യാനിക്കുന്നതിനായി നിർദ്ദേശിച്ചു. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുക. ആ രൂപമൊക്കെ ഭഗവാന്റെ ധ്യാനിക്കേണ്ട രൂപമൊക്കെ നാരദ മഹർഷി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം മന്ത്രദീക്ഷ നൽകി. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രദീക്ഷ നൽകി. ആ മന്ത്രത്താൽ എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത്, അതിനുശേഷം ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ച് ദ്രവ്യയജ്ഞം ചെയ്ത് ഭഗവാൻ എങ്ങനെയാണ് അർച്ചന നടത്തേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ദിവസവും ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് എന്നുള്ള കാര്യവും പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്ത വിധികളിലൂടെ, ഭക്തിയോഗത്തിലെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം ഇങ്ങനെയുള്ള നവവിധ ഭക്തിയിൽ വ്യത്യസ്ത മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഭഗവാനെ നിരന്തരം ആരാധിക്കുന്നതിനു വേണ്ടി ധ്രുവനെ നാരദ മഹർഷി ഉപദേശിച്ചു. അങ്ങനെ ധ്രുവന് ഉപദേശം നൽകിയതിനു ശേഷം അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് നമ്മൾ 61ാമത്തെ ശ്ലോകത്തിൽ വായിച്ചത്. വിരക്തേന്ദ്രിയരഥോ ഭക്തിയോഗേന ഭൂയസ തം നിരന്തര ഭാവേന ഭജേതാന്ത വിമുക്തൈ. ഇനി നിനക്ക് ഭൗതിക ആഗ്രഹം ഒന്നുമില്ലെങ്കിൽ, മോക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നീ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് നിരന്തരമായിട്ട് ഭഗവാനെ ആരാധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അല്ലെ, ധ്രുവൻ ഇവിടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഭഗവാനെ ആരാധിക്കാൻ വന്നിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഭഗവാനെ ആരാധിക്കേണ്ടത്. അന്യാഭിലാഷിതാ ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീല. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്തി. എന്താണ്? മറ്റ് ഭൗതിക ആഗ്രഹമൊന്നുമില്ലാതെ, ഭൗതിക നേട്ടത്തിന് വേണ്ടി അല്ലാതെ ഭഗവാനെ ആരാധിക്കുന്നതാണ്, നിരന്തരമായിട്ട് ഭഗവാനെ ആരാധിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്തി എന്നുള്ള കാര്യം കൂടി ആ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിക്ക് എന്ത് ഭൗതികമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഭഗവാന്റെ ഭക്തിയിലൂടെ നേടാൻ സാധിക്കും. ധർമാർത്ഥ കാമ മോക്ഷങ്ങളൊക്കെ നേടാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയും ഭഗവാനെ സമീപിക്കുന്നതിൽ തെറ്റില്ല. ഭാഗവതത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അകാമ സർവകാമാവോ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷംഭരം. ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവനോ അല്ലെങ്കിൽ ഭക്തന്മാർക്കോ അല്ലെങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്നവർക്കോ ആർക്ക് വേണമെങ്കിലും ഭഗവാനെ ശരണം പ്രാപിക്കാം. പക്ഷെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത് അന്യാഭിലാഷിതാശൂന്യം, മറ്റൊന്നും ആഗ്രഹിക്കാതെ, ഭൗതിക നേട്ടങ്ങളൊന്നും ആഗ്രഹിക്കാതെ ഭഗവാന്റെ ഭക്തി നിരന്തരമായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നാരദ മഹർഷി ആ ധ്രുവന്റെ സമീപത്തു നിന്നും
പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത്യുക്താസ്തം പരിക്രമ്യ പ്രണമ്യ ച നൃപാർഭക യയോ മധുവനം പുണ്യം ഹരേ ചരണചർച്ചിതം. അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശം കേട്ട സമയത്ത് ധ്രുവൻ നാരദ മഹർഷിയെ പ്രണമിച്ച് പരിക്രമം ചെയ്ത് ആദരങ്ങൾ അർപ്പിച്ചതിന് ശേഷം നാരദ മഹർഷി നിർദ്ദേശിച്ചിട്ടുള്ള മധുവനത്തിലേക്ക്, വൃന്ദാവനത്തിലെ മധുവനത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ആ മധുവനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. യയോ മധുവനം പുണ്യം ഹരേ ചരണചർച്ചിതം. നിത്യമായി ഭഗവാന്റെ പാദങ്ങൾ പതിയുന്ന സ്ഥലമാണ് ഈ വൃന്ദാവനത്തിലെ മധുവനം എന്ന് പറയുന്നത്. അല്ലെ, ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് സ്വയംഭവ മന്നന്തരത്തിലാണ്. മറ്റൊരു മന്നന്തരത്തിൽ, മറ്റൊരു സത്യയുഗത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ കാണുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരം ഈ തൊട്ട് മുന്നത്തെ ദ്വാപരയുഗത്തിലാണ്. അല്ലെ, അപ്പൊ നമ്മൾ വിചാരിക്കുന്നു അതിനുശേഷം മാത്രമാണ് അവിടെ ഭഗവാൻ വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നു, ആ സമയത്ത് തന്നെ പറയുന്നു ഹരേ ചരണചർച്ചിത, ഇവിടെ ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അതിനർത്ഥം ഈ കഴിഞ്ഞ ദ്വാപരയുഗത്തിൽ മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചിട്ടുള്ളത്, വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ പകലിൽ ഓരോ പ്രാവശ്യവും ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അപ്പൊ നിത്യമായിട്ട് ഭഗവാൻ അവതരിക്കുന്ന സ്ഥലമാണ് ഈ വൃന്ദാവനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ നിത്യലീല നടക്കുന്ന സ്ഥലമാണ് വൃന്ദാവനം. അതുകൊണ്ട് അത് അതീന്ദ്രിയമായിട്ടുള്ള ധാമമാണ് എന്ന് പറയുന്നത്. ആ മധുവനത്തിലേക്ക് ധ്രുവൻ തപസ്സനുഷ്ഠിക്കുന്നതിനായിട്ട് പോയി എന്ന് പറയും. അങ്ങനെ ധ്രുവൻ മധുവനത്തിലേക്ക് പോയ സമയത്ത് നാരദ മഹർഷി ധ്രുവന്റെ പിതാവിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് പോയി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തപോവനം ഗതേ തസ്മിൻ പ്രവിഷ്ടോ അന്തപുരം മുനി അർഹിതാർഹണകോരാജ്ഞ സുഖാസീന ഉവാചതം. രാജാവിന്റെ ക്ഷേമം അന്വേഷിക്കുന്നതിനായിട്ട് ധ്രുവന്റെ പിതാവാണ്. അപ്പൊ അത്രയ്ക്കും ഭാഗ്യവാനായിട്ടുള്ള വ്യക്തിയാണ്. ധ്രുവനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, രാജാവിനെ ആശ്വസിപ്പിക്കാം. അതേപോലെ തന്റെ സത്സംഗം ആ രാജാവിനും കൊടുക്കാം. ധ്രുവന്റെ പിതാവാണല്ലോ ഉത്ഥാനപാദൻ. ഉത്ഥാനപാദനെ കണ്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ച് നാരദ മഹർഷി കൊട്ടാരത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. കൊട്ടാരത്തിലെത്തിയ സമയത്ത് നാരദ മഹർഷി രാജാവിനോട് ചോദിക്കുന്നതാണ് 64ാമത്തെ ശ്ലോകത്തിൽ. രാജൻ കിം ധ്യായസേ ദീർഘം മുഖേന പരിശുഷ്യത കിം വാനാരിഷ്യതേ കാമോ ധർമ്മോ വാർദ്ധേന സംയുത. രാജാവ് വളരെയധികം ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അല്ലെ, ധ്രുവൻ കൊട്ടാരം വിട്ടു പോയി. 5 വയസ്സുള്ള കുട്ടിയാണ്. കൊട്ടാരം വിട്ട് പോയിരിക്കുകയാണ്, കാട്ടിലേക്ക് പോയി. അപ്പോൾ അതിൽ വലിയ ദുഃഖത്തോടെ ഇരിക്കുന്ന സമയത്താണ് നാരദ മഹർഷി വന്നിട്ടുള്ളതും നാരദ മഹർഷി ഇവിടെ ചോദിക്കുന്നതും. പ്രിയപ്പെട്ട രാജൻ, നിന്റെ മുഖം നന്നായി വിളറിയിരിക്കുന്നു. നീ എന്തിനെ പറ്റിയോ ചിന്തിച്ച് വളരെ ദീർഘമായി നീ എന്തിനെയോ പറ്റി വളരെ ദീർഘമായി ചിന്തിക്കുകയായിരുന്നെന്നും തോന്നുന്നു. എന്ത് സംഭവിച്ചു? ധാർമ്മികമായ ആചാരങ്ങൾ പിന്തുടരുന്നതിലോ ധാർമ്മിക പുരോഗതിയിലോ ഇന്ദ്രിയ സംതൃപ്തിയും നേടുന്നതിലോ എന്തെങ്കിലും ദോഷകരമായി ഭവിച്ചു? അതാണ് ചോദിക്കുന്നത്. ധർമാർത്ഥ കാമങ്ങളിൽ എന്തെങ്കിലും നിനക്ക് പിഴവ് പറ്റിയോ? നിനക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിക്കുന്നില്ലേ? എന്താണ് പ്രശ്നം? ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ധർമാർത്ഥ കാമങ്ങളെ കുറിച്ച് മാത്രമേ രാജാവിനോട് ചോദിച്ചിട്ടുള്ളൂ, മോക്ഷത്തിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. കാരണം ആ രാജാവിന് മോക്ഷത്തെ കുറിച്ച് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അല്ലെ, താല്പര്യമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംസാരത്തിൽ താല്പര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നാരദ മഹർഷി ധർമ്മം, അർത്ഥം, കാമം ഇത് നേടുന്നതിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? നിനക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? നിന്റെ മുഖം വളരെ വരണ്ടിരിക്കുന്നല്ലോ, എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം ചോദിച്ചു. അതിനാൽ രാജാവ് മറുപടി പറയും. സുതോ മേ ബാലകോ ബ്രഹ്മൻ ത്രൈണേന കരുണാത്മന നിർവാസിത 5 വർഷ സഹമാത്ര മഹാൻ കവി. ഞാൻ വലിയൊരു അബദ്ധം ചെയ്തിരിക്കുന്നു, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താണ്?
സുധോമേ ബാലകോ ഭ്രമൻ, എന്റെ പുത്രനായിട്ടുള്ള ആ 5 വയസ്സുള്ള പഞ്ചവർഷ സഹമാത്ര, 5 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ കുട്ടിയെ, എന്റെ പുത്രനെ നിർവാസിത ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചു. ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അല്ലെ, ഒരു രാജാവ് സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും പ്രത്യേകിച്ച് സംരക്ഷിക്കേണ്ടവരാണ്. കാരണം അവർക്ക് സ്വയം സംരക്ഷിക്കാൻ സാധിക്കുകയില്ല. മൃഗങ്ങളെയും അതേപോലെ കുട്ടികളെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും പ്രത്യേകം സംരക്ഷണം കൊടുക്കേണ്ടവരാണ് രാജാക്കന്മാർ. കാരണം എന്താണ്? അവർ സ്വയം പ്രതിരോധ ശക്തി ഇല്ലാത്തവരാണ്. അവര് മറ്റുള്ളവരുടെ സംരക്ഷണം ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് കുട്ടികളെ ഒരിക്കലും ശിക്ഷിക്കരുത്, വൃദ്ധന്മാരെ ഒരിക്കലും ശിക്ഷിക്കരുത്, സ്ത്രീകളെ ഒരിക്കലും ശിക്ഷിക്കരുത് എന്നുള്ളതാണ് വൈദികമായിട്ടുള്ള നിയമം. അവർ തെറ്റ് ചെയ്താൽ പോലും അവരോട് ക്ഷമിക്കുകയാണ് വേണ്ടത്. അതാണ് വൈദികമായിട്ടുള്ള നിയമം. പക്ഷെ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു? എന്റെ പുത്രനെ, 5 വയസ്സായിട്ടുള്ള കുട്ടിയെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു, കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി. അത് വലിയൊരു തെറ്റാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു സാധാരണ കുട്ടിയല്ല. സഹമാത്ര മഹാൻ കവി, അദ്ദേഹം ഒരു മഹത് വ്യക്തിത്വമാണ്. സാധാരണഗതിയിൽ നമ്മൾക്ക് കുട്ടികളെ ഉപേക്ഷിക്കാൻ പാടില്ല. ഇനി അഥവാ ഉപേക്ഷിക്കേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിട്ടുമില്ല, അവരെന്തെങ്കിലും വിപരീതമായിട്ടുള്ള സ്വഭാവം കാണിച്ചാൽ മാത്രമേ, ദുസ്വഭാവം കാണിച്ചാൽ മാത്രമേ അവരെ ശിക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ, അഥവാ ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ആ ധ്രുവൻ നല്ല ഒരു സ്വഭാവമുള്ള ആളാണ്, മഹാനാണ്, സത് സ്വഭാവമുള്ള വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ഭഗവാന്റെ ഭക്തനുമാണ്, കവി. അല്ലെ, ബ്രാഹ്മണരെയും ഭക്തന്മാരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു രാജാവിന്റെ ധർമ്മം. പക്ഷെ ആ ധർമ്മം നിറവേറ്റാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ സ്ത്രൈണേന അകരുണാത്മന, സ്ത്രൈണേന, എന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് എന്റെ കാരുണ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും. എന്റെ ഭാര്യയിൽ അത്യധികം ഞാൻ ആകർഷിതനായതുകൊണ്ട്, ഇന്ദ്രിയ തൃപ്തിയിൽ മാത്രം ഞാൻ ആകർഷിതനായതുകൊണ്ട് എന്റെ കാരുണ്യം മുഴുവൻ നശിച്ചുപോയി. അതുകൊണ്ട് ഞാൻ എന്റെ പുത്രനെ കൊട്ടാരത്തിൽ നിന്നും പറഞ്ഞയച്ചു എന്ന് പറയും. അതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം എന്നുള്ള കാര്യം ഇവിടെ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. നാരദ മഹർഷി രാജാവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ധ്രുവൻ ഭഗവാനാൽ പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ധ്രുവന് യാതൊരു ദോഷവും വരുന്നില്ല. ധ്രുവൻ അധികം വൈകാതെ തന്നെ വലിയൊരു പ്രശസ്തനായിട്ട് മാറും. അദ്ദേഹം വലിയൊരു ഭക്തനാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നാരദ മഹർഷി ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അതിനുശേഷം ധ്രുവൻ എങ്ങനെയാണ് തപസ് ചെയ്തത്, നാരദ മഹർഷിയുടെ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം ധ്രുവൻ എങ്ങനെയാണ് തപസ് അനുഷ്ഠിച്ചത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഹരേ കൃഷ്ണ. നമുക്ക് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനുത്തര മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഞാൻ ജപിക്കാം മാതാജി. ജപിച്ചോളൂ മാതാജി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ